ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ആരക്കലാണ്. പ്രമേഹ രോഗികളിൽ 50% അധികം ആളുകൾക്കും ലൈംഗികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ മിക്ക ആളുകളും ഇത് ആരോടും പങ്കുവയ്ക്കാറില്ല. പ്രമേഹത്തിൽ ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ 4 പ്രധാന കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 2, ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 3, നാഡികളുടെ കേടുപാടുകൾ. 4, സൈക്കോളജിക്കൽ കാരണങ്ങൾ. പുരുഷന്മാരിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണ പ്രശ്നം എന്നുള്ളത്. സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രശ്നം വജൈനൽ ഡ്രൈനെസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ബ്ലഡ് വെസലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അത് വീട്ടിൽ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യം പ്രമേഹം എന്താണ് രക്തക്കുഴലുകളിൽ അഥവാ ബ്ലഡ് വെസൽസിൽ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രമേഹത്തിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ രക്തത്തിൽ പഞ്ചസാര ദീർഘകാലം കൂടുതലായാൽ അത് ബ്ലഡ് വെസലുകളെ നശിപ്പിക്കുവാൻ തുടങ്ങും. ലൈംഗികാവയവങ്ങളിലേക്കും രക്തം എത്തുന്നത് ഈ ബ്ലഡ് വെസലുകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ള ബ്ലഡ് വെസലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അപ്പോൾ രക്തക്കുഴലുകളുടെ ഘടനയും ഇതിനായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രക്തക്കുഴലിന് 3 പാളികളാണുള്ളത്. ഏറ്റവും പുറത്തുള്ള പാളി ശക്തമായ കൊളാജൻ നാരുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള പാളി മസിലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ മസിലുകൾക്ക് ചുരുങ്ങാനും വികസിക്കുവാനും സാധിക്കും. ഏറ്റവും അകത്തുള്ള വളരെ നേർത്ത പാളിയെയാണ് എൻഡോത്തീലിയം. രക്തസമ്മർദ്ദം പോലുള്ള പല പ്രശ്നങ്ങളുടെയും തുടക്കം ഈ എൻഡോത്തീലിയം പാളിയിലെ കേടുപാടുകളിലൂടെയാണ്. ഇപ്പോൾ പുരുഷ ലൈംഗിക അവയവത്തെ ഉദാഹരണമായി നോക്കാം. സാധാരണ അവസ്ഥയിൽ രക്തക്കുഴലുകളിലെ മസിലുകൾ ചുരുങ്ങിയ അവസ്ഥയിലാണ്. പക്ഷേ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ രക്തക്കുഴലുകൾ വികസിക്കുകയും മസിലുകൾ അയയുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈംഗിക ഉത്തേജനം ലഭിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് നാഡികളിലൂടെ സന്ദേശങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ എൻഡോത്തീലിയം ഒരു രാസവസ്തു നിർമ്മിക്കുന്നു. അതിന്റെ പേരാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ കൂടുതൽ രക്തം ലൈംഗിക അവയവങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഉദ്ധാരണം അഥവാ ഇറക്ഷൻ ഉണ്ടാകുന്നത്. എന്നാൽ പ്രമേഹ രോഗികളിൽ ഈ നൈട്രിക് ഓക്സൈഡ് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരാം. നൈട്രിക് ഓക്സൈഡ് കുറയുമ്പോൾ രക്തക്കുഴലുകൾ ശരിയായി വികസിക്കുകയും ചെയ്യില്ല. രക്തപ്രവാഹം ആവശ്യത്തിന് ലഭിക്കുകയുമില്ല. അതിനാൽ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. ഇനി ഇതിന് എന്താണ് പരിഹാരം എന്ന് നോക്കാം. ഒന്നാമത്തെ പരിഹാരം നിങ്ങളുടെ HbA1c നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. HbA1c 5.7 മുകളിലാണെങ്കിൽ ശരീരത്തിലെ എൻഡോത്തീലിയം പാളികൾക്ക് ക്രമേണ കേടുപാടുകൾ സംഭവിക്കുക. അതിനാൽ തന്നെ HbA1c 5.7 താഴെ നിലനിർത്താൻ ശ്രമിക്കുക. അതിന് ഭക്ഷണത്തിലെ ഗ്ലൈസീമിക് ലോഡ് കുറയ്ക്കുക തന്നെ വേണം. രണ്ടാമത്തെ പരിഹാരം ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിറമുള്ള പച്ചക്കറികൾ മികച്ച ആന്റി ഓക്സിഡന്റുകളുടെ ഉറവിടമാണ്. ഇവ രക്തക്കുഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി മൂന്നാമത്തെ പരിഹാരം നൈട്രിക് ഓക്സൈഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും ഇനി പ്രത്യേകിച്ച് സപ്ലിമെന്റുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നൈട്രിക് ഓക്സൈഡ് കൂടുതലായ രക്തക്കുഴലുകൾ കൂടുതൽ വികസിക്കും, രക്തപ്രവാഹം മെച്ചപ്പെടുകയും അങ്ങനെ ലൈംഗിക പ്രവർത്തനവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇങ്ങനെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കുറിച്ചാണ് നാം സംസാരിച്ചത്. അടുത്ത വീഡിയോയിൽ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ഇത്തരം ഹെൽത്ത് ടിപ്സ് അറിയുന്നതിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.